നമ്മൾ ന്യൂസ് ത്രീയിൽ ഇനി അതിഥിയിലേക്ക് പോവുകയാണ്. നമ്മുടെ അതിഥിയായി ഇന്ന് എത്തിയിരിക്കുന്നത് ശ്രീമതി രഞ്ജിനി പ്രശാന്താണ്. എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല. നേരിൽ കണ്ടവർ പറയുന്നു ഒരിക്കലും മറക്കില്ല എന്ന്, അവരുടെ ജീവിതം മാറ്റിമറിച്ചു എന്ന്. എന്താണ് രഞ്ജിനി പ്രശാന്തിൽ സവിശേഷമായി ഉള്ളത്? ജീവിതവും ധ്യാനവും ചേർത്തുള്ള ജീവിതമാണ് രഞ്ജിനി തനിക്കൊപ്പം ഉള്ളവരിലേക്ക് പ്രസരിപ്പിക്കുന്നത്. വേറിട്ടൊരു പോസിറ്റീവ് എനർജിയാണെന്ന് അനുഭവസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. രഞ്ജിനി പ്രശാന്താണ് ഇന്ന് നമുക്ക് അതിഥിയായി ചേരുന്നത്. സ്വാഗതം ന്യൂസ് ത്രീയിലേക്ക് ശ്രീമതി രഞ്ജിനി. നമസ്തേ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല. ഒരിക്കലും ഒരാൾ ദൈവമല്ല, ഒരു സന്യാസിനിയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. പക്ഷേ അത്ഭുതങ്ങൾ കാട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാതിരിക്കാനും ആകുന്നില്ല. കാരണം ഒരുപാട് ആളുകൾ പറയുന്നു താങ്കളുടെ അടുത്ത് വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ആശ്വാസം ലഭിച്ചു എന്ന്, അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ലഭിച്ചു എന്ന്. എങ്ങനെയാണ് താങ്കൾ ഈ രംഗത്തേക്ക് വന്നത്? എന്താണ് അതിന് കാരണമായത്? തനിയെ എത്തിപ്പെട്ടതാണ് ഈ രംഗത്തേക്ക്. ഇതിനായിട്ട് ഒരു താല്പര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയോ കാലം എന്നെ ഇവിടെ എത്തിച്ചു. കാലത്തിൻ്റെ ഒഴുക്കിൽ ഞാനിവിടെ എത്തിയെന്ന് പറയാം. ഇതിനോടൊരു താല്പര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ ആവണമെന്ന് വിചാരിച്ചോ എത്തിയ ആളല്ല ഞാൻ. എങ്ങനെയോ എത്തി. ആ എത്തിയതിൽ നിന്ന് അറിഞ്ഞു. അറിവിൽ നിന്ന് പ്രവർത്തിക്കുകയല്ല ചെയ്തത്, കർമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രവൃത്തിയിൽ നിന്ന് അറിയലായിരുന്നു എൻ്റെ ജീവിതം മുഴുവൻ. അപ്പോൾ കാലം എന്നെ നിയമിച്ച ആ തലത്തിൽ ഞാൻ ഇരിക്കുന്നു. അതിലിരുന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ ലോകർക്ക് എന്താണോ ആവശ്യം, എന്നെ തേടി വരുന്നവർക്ക് എന്താണോ ആവശ്യം, അത് കൊടുക്കുന്നു. തീർച്ചയായിട്ടും. താങ്കൾ ഒരു കൗൺസിലർ ആണോ എന്ന് ചോദിച്ചാൽ താങ്കൾ കൗൺസിലിംഗ് ആണോ ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം ആദ്യം തന്നെ ഇത് പഠിക്കുന്നതിന് മുൻപ് തന്നെ, കൗൺസിലിംഗ് പഠിക്കുന്നതിന് മുൻപ് തന്നെ താങ്കൾ ആളുകളെ ഹീൽ ചെയ്യിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളും താങ്കൾക്ക് തന്നെ പറയാനുണ്ടാകുമല്ലോ. അപ്പം താങ്കൾ പറഞ്ഞ പോലെ താങ്കൾക്കൊരു നിയോഗം ഉണ്ടായി, ഇതിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എന്താണ് താങ്കൾ ചെയ്യുന്നത്? ഞാൻ ആത്മവിദ്യ പഠിപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ അറിഞ്ഞത് പലതും എൻ്റെ കർമ്മത്തിൽ നിന്ന്, എൻ്റെ പ്രവൃത്തിയിൽ നിന്നുള്ള അറിവാണ് ഞാൻ നേടിയത്. ആ അറിവ് എൻ്റെ മുൻപിൽ, ആ അറിവ് നേടിയ നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം അനുഭവപ്പെട്ടു, എനിക്ക് ആനന്ദം അനുഭവപ്പെട്ടു. ഏതൊരു ദുഃഖങ്ങളെയും വേദനകളെയും അതിൽ നിന്ന് ആ ജ്ഞാനത്തെയും ശക്തിയും എടുത്തുകൊണ്ട് ഒരു പരിവർത്തനത്തിന് വിധേയരാക്കി സ്വയം ഉയർത്തപ്പെടാം എന്ന് ഞാൻ അനുഭവിച്ച സത്യം. ആ സത്യത്തെ ഞാൻ എൻ്റെ മുന്നിൽ വരുന്നവർക്കെല്ലാം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് യോഗിക് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വേദനയെയും വിഷമങ്ങളെയും, ശരീരത്തിൻ്റെ ആയാലും മനസ്സിൻ്റെ ആയാലും വേദനകളെയും വിഷമങ്ങളെയും എല്ലാം ജ്ഞാനവും ശക്തിയുമാക്കി മാറ്റി സ്വയം ഉയർത്തപ്പെടുക. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ആത്മവിദ്യയാണ് പഠിപ്പിക്കുന്നത്. ആത്മവിദ്യ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ശക്തി കൂടിയേ തീരും. ആ ശക്തിയാണ് ഹീലിങ്ങിലൂടെ കൊടുക്കുന്നത്. അല്ലാതെ ഒരു ഹീലർ അല്ല ഞാൻ. ഹീലിംഗ് അല്ല എൻ്റെ പാർട്ട്. വിദ്യയാണ്, അറിവാണ് കൊടുക്കുന്നത്. അറിവിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് ശക്തി കൂടിയേ തീരും. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഹീലിംഗ് ചെയ്യുന്നു എന്ന് മാത്രം. തീർച്ചയായിട്ടും നമുക്ക് നിലവിലെ അവസ്ഥയിൽ ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരാളെ കേൾക്കാനുള്ള സമയം പലർക്കും ഇല്ലാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ കേൾക്കുക എന്നതിനപ്പുറത്തേക്ക് അവരോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ഓരോരുത്തരെയും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ഓരോരുത്തരോടും സംസാരിക്കുന്നത് അവരുടെ വിഷയങ്ങൾ അറിഞ്ഞ ശേഷമാണോ?
അതെ, തീർച്ചയായും. അവർ ആർക്കും എന്താണോ ആവശ്യം അതാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ വന്ന് പറയുമ്പോൾ മുഴുവനായും കേട്ടിരിക്കാനുള്ളൊരു മനസ്സ് കാണിക്കും. അപ്പം തന്നെ അവർ വളരെയധികം സമാധാന നിലയിലെത്തും. അതിനുശേഷം അതിനെ എങ്ങനെ കാണണം, എന്തും നമ്മുടെ മുന്നിൽ വരുന്ന എന്തിനേയും നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനെ പറ്റിയുള്ള അറിവ് ഉണ്ടാവണമല്ലോ. ഇന്ന് ആർക്കും അറിവില്ല, ആ ജ്ഞാനം കിട്ടുന്നില്ല, യഥാർത്ഥ ജ്ഞാനം കിട്ടുന്നില്ല. അപ്പോൾ ആളുകൾക്ക് എങ്ങനെയാണ് അവരുടെ ദുഃഖങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ള അറിവില്ല. ഒരു സിറ്റുവേഷനെയും ഫേസ് ചെയ്യാനോ ഒന്നിനെയും ഉൾക്കൊള്ളാനോ ഇന്നത്തെ ലോകം തയ്യാറല്ല. ആർക്കും അതിന് കഴിയുന്നില്ല, അറിയുന്നില്ല, വേണ്ടത്ര ശക്തിയില്ല, അതിനുള്ള അറിവുമില്ല. അപ്പോൾ ഓരോ പ്രതിസന്ധി വന്ന് എത്രയായാലും എന്നെ കാണാൻ വരുന്നവരെല്ലാം ദുഃഖം കൊണ്ടാണല്ലോ വരുന്നത്. കഷ്ടതയും ദുഃഖവും വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അവരുടെ ആ വേദനകളെല്ലാം കേട്ടിരിക്കുക, അതിനെ എങ്ങനെയാണ് പരിവർത്തനപ്പെടുത്തി എന്നേക്കുമായുള്ള വേദനകളിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എന്ന അറിവ് കൊടുക്കും. ആ വന്ന പ്രശ്നത്തിനെ പരിഹരിച്ച് വിടലല്ല പറഞ്ഞു കൊടുക്കുന്നത്, എന്നേക്കുമായി വേദനകളെ അല്ലെങ്കിൽ വിഷമതകളെ എങ്ങനെ മുക്തമാവാം എന്നതിനെക്കുറിച്ചുള്ള അറിവ് കൊടുക്കും, ശക്തി കൊടുക്കും. എപ്പോഴും ദുഃഖങ്ങളും കഷ്ടതകളുമാണല്ലോ മനുഷ്യന്റെ പ്രശ്നം. ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ അറിവിൻ്റെയും ശക്തിയുടെയും ഒരു വലിയ മാനദണ്ഡം കിടക്കുന്നത് ദുഃഖങ്ങളിലാണ്, കഷ്ടതകളിലാണ്, വേദനകളിലാണ്, മുറിവുകളിലാണ്. അപ്പം അത്തരം മുറിവുകളിൽ അല്ലെങ്കിൽ ആ വേദനകളെ എങ്ങനെയാണ് നമ്മുടെ ശക്തി ജ്ഞാനമാക്കാൻ നമുക്ക് കഴിയുന്നത്? ശരിയായ ശക്തി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അറിയാലോ, ത്യാഗത്തിൽ നിന്നാണ് അല്ലെങ്കിൽ വേദനകളിൽ നിന്നാണ് ശരിയായ ശക്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും വേദനകളെ എങ്ങനെ ശക്തിയാക്കി മാറ്റാം, എങ്ങനെ ജ്ഞാനമാക്കി മാറ്റാം എന്ന അറിവ് പറഞ്ഞു കൊടുക്കും. അതിനുവേണ്ട ശക്തി ഒരു ചെറിയ സെഷനിലൂടെ അവർക്കൊരു ഹീലിങ്ങിലൂടെ പകർന്നു കൊടുക്കും. അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതോടുകൂടി അവർക്ക് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. അതാണ് അവിടെ ഒരു ചോദ്യം, ആരാണ് രഞ്ജിനി പ്രശാന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ലോകം എപ്പോഴും ചോദിക്കുക എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതായിരിക്കും. അതിനും താങ്കളുടെ പക്കൽ ഉത്തരമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ താങ്കളൊരു വീട്ടമ്മയായിരുന്ന സ്ത്രീയാണ് അല്ലെ, താങ്കൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു, ഒരു തിരിച്ചറിവുണ്ടായി, അതിനുവേണ്ടി പഠിച്ചു. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായും. ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. ഭഗവാൻ തരുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് എൻ്റെ, അല്ലെങ്കിൽ പ്രകൃതി എന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് എൻ്റെ ഈ ലൈഫ് സ്പാൻ മൊത്തം. എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഡിസൈനിങ് ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ആ ക്വാളിഫിക്കേഷനിൽ നിന്ന് കഴിയുമ്പോൾ തന്നെ എനിക്ക് ലിമിറ്റേഷൻ അപ്പുറം അല്ലെങ്കിൽ പരിമിതികൾക്കപ്പുറമുള്ള ഈ പ്രകൃതിയുടെ ഓരോ ചലനത്തെയും ഈ പ്രകൃതിയുടെ ഓരോ അവസ്ഥയെയും മനസ്സിലാക്കാൻ കഴിയുന്നു. അതിന് ഒരിക്കലും ഒരു സന്യാസം എന്ന് പറഞ്ഞാൽ മനസ്സിലാണ് സന്യാസം സംഭവിക്കേണ്ടത്, അല്ലാതെ ശരീരത്തിലോ വേഷവിധാനത്തിലോ ഒന്നും അല്ലല്ലോ. അപ്പം ആ ഒരു സന്യാസത്തെ അല്ലെങ്കിൽ യഥാർത്ഥ സന്യാസത്തെ അല്ലെങ്കിൽ യഥാർത്ഥ പ്രകൃതിയുടെ ആ അവസ്ഥയെ മനസ്സിലാക്കാൻ ഒരു ജീവിതത്തിൽ നിന്നാലും കഴിയും എന്ന് മനസ്സിലാക്കി. ഒരു 24-25 വയസ്സായപ്പോഴേക്കും തന്നെ എനിക്ക് ഈ ഒരു സത്യം, എൻ്റെ ജീവിതം എനിക്ക് ഈശ്വരൻ എന്താണോ നൽകിയിരിക്കുന്നത്, ഈശ്വരൻ നൽകിയത് തന്നെയാണല്ലോ ഈ ജീവിതം എന്ന് പറയുന്നതും, അല്ലാതെ വേറെ ആരും നമുക്കത് നൽകുന്നില്ല. ഈശ്വരൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് ജീവിതം, ഈ സർവ ബ്രഹ്മാണ്ടം മുഴുവനും നടക്കുന്നത്. അപ്പോൾ ആ തന്നിരിക്കുന്ന ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ അതിനെ ഏറ്റവും നല്ല രീതിയിൽ ആ ജീവിതം കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഈശ്വരനെ എങ്ങനെ അറിയാം, അല്ലെങ്കിൽ പ്രകൃതിയെ എങ്ങനെ അറിയാം, അനുഭവിക്കാം എന്ന് സ്വയം മനസ്സിലാക്കി. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു പരമാനന്ദം കിട്ടി. ആ പരമാനന്ദം എനിക്ക് കിട്ടിയപ്പോൾ അത് ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന എൻ്റെ നേരെ കൈ നീട്ടുന്നവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അന്ന് മുതലിരുന്നു ഈ ജോലിയിൽ. ഇന്നും അത് വളരെ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് പോകുന്നു. അതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. വേറെ ഒരു കൗൺസിലിംഗ് ഇതൊന്നും എനിക്കറിയില്ല.
എല്ലാം എന്നിലൂടെ ചോദിക്കാൻ വന്നത് സംഭവിക്കപ്പെടുന്നു. രഞ്ജിനി അതേ പ്രശാന്ത് അറിയുള്ളൂ, അതാണ് സത്യം. ഇത്തരത്തിൽ കൗൺസിലിംഗ് ചെയ്യുന്നു എന്നറിഞ്ഞ് ആളുകൾ, അല്ലെങ്കിൽ ഹീലിംഗ് എന്ന പ്രോസസ്സ് ചെയ്യുന്നു എന്നറിഞ്ഞ് ആളുകൾ അങ്ങോട്ടേക്ക് ഒരുപാട് പേര് എത്തുന്നുണ്ടെങ്കിൽ താങ്കൾ അവിടെ ജയിച്ചു എന്ന് തന്നെയാണ് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർ താങ്കളോട് സംസാരിക്കുന്നു, തിരിച്ച് താങ്കൾ അവരെ കേട്ട ശേഷം അവരോട് കുറച്ച് സമയം സംസാരിക്കുന്നു, അതിലൂടെ അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ പല വശത്തു നിന്നുണ്ടാകും. എല്ലാത്തിനും ഒരു പോസിറ്റീവും നെഗറ്റീവും സൈഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകും. ആത്മീയതയെ പുച്ഛിക്കുന്നവർ, വിശ്വാസത്തെ പുച്ഛിക്കുന്നവർ ഒക്കെ ഉണ്ടാകുമല്ലോ. അവരോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കാറ്? അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കമന്റ്സ് ഒക്കെ താങ്കൾ കേൾക്കാറുണ്ടോ? കൂടുതൽ കമന്റ്സ് ഒന്നും ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ അതിന് പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാറില്ല. കാരണം കാലത്തിന്റെ നിയതി എന്താണോ അത് പ്രവർത്തിക്കുമല്ലോ. അപ്പൊ അതിൽ നല്ലത് പറയുന്നവരുണ്ടാവും, ചീത്ത പറയുന്നവരുണ്ടാവും. അവരെന്ത് നേടി, അവരെന്ത് അറിഞ്ഞു, അതാണല്ലോ അവർ പറയുന്നത്. അതിലാർക്കും നമുക്ക് ആരെയും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരോന്ന് കാണുമ്പോഴും അവരെങ്ങനെ എടുക്കുന്നു, കാഴ്ചയേക്കാൾ വലുതാണ് കാഴ്ചപ്പാട്. എന്താണ് അവരുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫ്രീക്വൻസി എന്താണോ അതിനനുസരിച്ച് ഓരോന്നിനെയും ഓരോരുത്തർ കാണുന്നു, അതിനനുസരിച്ച് അവര് പ്രതികരിക്കുന്നു. അതിലൊന്നും ഇല്ല. അത് കാലത്തിന്റെ ഒരു ലീലയാണ്. അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ. തീർച്ചയായിട്ടും. താങ്കളുടെ ഒരു സംഭാഷണം കേട്ടപ്പോൾ ഈ അത്ഭുതം എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴും എല്ലാവർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെയാണല്ലോ നമ്മൾ അത്ഭുതം എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണ് മിഴിച്ചു പോകുന്ന, അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുന്ന, നമ്മുടെ പുരികം പൊങ്ങിപ്പോകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ അത്ഭുതം എന്ന് പറയുന്നത്. അപ്പോൾ താങ്കൾക്ക് അത് ആദ്യം തോന്നിയൊരു നിമിഷം ഉണ്ടാകുമല്ലോ. ഇപ്പൊ 10-25 വയസ്സിലാണ് ആ തിരിച്ചറിവ് സ്വന്തമായി ഉണ്ടായതെന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരുന്നു? അത് ആരിലായിരുന്നു ആദ്യം താങ്കൾക്ക് അങ്ങനെ തോന്നിയത്, എനിക്ക് അവരെ ഹീൽ ചെയ്യാൻ പറ്റി എന്ന് തോന്നിയത്? ഇപ്പോ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഈ അത്ഭുതം അത് എനിക്ക് ഇന്നു വരെ തോന്നിയിട്ടില്ല. എന്നിലൂടെ സംഭവിക്കപ്പെടുന്നു, എന്തൊക്കെയോ നടക്കുന്നു, അതും സത്യമാണോ? ഈ മുന്നിലിരുന്ന് പറയുന്നവരൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു, സന്തോഷം പറയുന്നു, അവരുടെ അസുഖങ്ങൾ ഹീലായി എന്ന് പറയുന്നു, വേദനകൾ പോയെന്ന് പറയുന്നു. ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരിക്കൽ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നാലെ ഞാൻ കൂടുതൽ പോയിട്ടില്ല. എന്തായാലും അതെല്ലാം എന്തോ ഒരു പ്രവർത്തനം എൻ്റെ ഈ ഒരു ജന്മത്തിൽ എന്നിലൂടെ സംഭവിക്കപ്പെടുന്നത്, അതിനെ അങ്ങനെ കാണാം എന്ന് മാത്രമാണ് എൻ്റെ മനസ്സിൽ. അതിനപ്പുറം ഒരു അത്ഭുതമോ, അല്ലെങ്കിൽ എൻ്റെ ഒരു കഴിവായിട്ടോ, അല്ലെങ്കിൽ ഞാനൊരു അത്ഭുതം ചെയ്തു എന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് തോന്നിയിട്ടില്ല. എന്താണെന്നൊന്നും അറിയില്ല. എനിക്ക് അങ്ങനെ ഒന്നും വെച്ചാൽ എനിക്ക് എൻ്റെ കഴിവുകൾ അറിയാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ലിമിറ്റേഷനുകൾ അറിയാം. അപ്പം അതുകൊണ്ട് ആ ലിമിറ്റേഷൻ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് പ്രകൃതിയുടെ ഒരു ലീല, അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു എന്താ പറയുക, പ്രവൃത്തി എന്ന് വിചാരിക്കാം. നമ്മുടെ ചിന്തകൾക്കും കഴിവുകൾക്കും അറിവിനും അപ്പുറം ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, അനന്തമായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിനപ്പുറം, നമ്മുടെ ലിമിറ്റേഷൻ അപ്പുറം നടക്കുന്ന കാര്യങ്ങളിൽ എന്ത് പറയാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഒന്നുമില്ല പറയാൻ, അല്ലെങ്കിൽ ഒന്നുമില്ല ചിന്തിക്കാൻ. എല്ലാം നടക്കുന്നു, കാണുന്നു, എല്ലാവരിലും അനുഭവവും സന്തോഷവും അവർ ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു കടക്കുന്നതും കാണുമ്പോൾ ഒരു സംതൃപ്തി തോന്നുന്നു. ഈ ശരീരത്തെ അവർക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ, ചുറ്റും ഉള്ളവർക്ക് അല്ലെങ്കിൽ നമ്മെ തേടി വരുന്നവർക്ക് ഒരു സാന്ത്വനം കൊടുക്കാൻ ഈ ശരീരത്തെ ഉപയോഗിച്ച ആ പ്രപഞ്ചമാതാവിനെ ഒരുപാട് നന്ദി പറയുന്നു. സന്തോഷം. അതെ, എൻ്റെ അനുബന്ധ ചോദ്യം, താങ്കൾ എന്നാണ് അത് തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെയാണ് താങ്കൾക്ക് അത് ഫീൽ ചെയ്തത്, ആരിലായിരുന്നു അത് ആദ്യം പരീക്ഷിച്ചതെന്നൊക്കെ ആയിരുന്നു? അങ്ങനെ ആദ്യം ഇത്തരം കഴിവുകളെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ കുടുംബാംഗങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുന്നത് കണ്ടു. പുറത്ത് ആരോട് സംസാരിക്കുമ്പോഴും, അത് ഇന്നൊരു വ്യക്തി എന്നല്ല, ആരോട് സംസാരിക്കുമ്പോഴും കേൾക്കുന്നവരെല്ലാം
റിലാക്സ്ഡ് ആവുന്നു, ശാന്തമാകുന്നു, സന്തോഷത്തിലേക്ക് വരുന്നു. അതിങ്ങനെ ഓരോ കാലങ്ങൾ കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത് വന്നിരിക്കുമ്പോൾ മാറ്റം വരുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രത്യേക വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്നോ എന്ന് എനിക്ക് പറയാനാവില്ല. പൊതുവെ കുട്ടിക്കാലം മുതലേ തന്നെ അങ്ങനെ ഒരു ഹീലിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഹീലിങ്ങിനുള്ള ഒരു പവർ എവിടെയോ ഉള്ളിലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയങ്ങളിലും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഒരു കുട്ടിയോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവരൊക്കെ പെട്ടെന്ന് ഹാപ്പി ആവുന്നതും റിലാക്സ്ഡ് ആവുന്നതും അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം വരുന്നതുമായിട്ട് പറയാറുണ്ടായിരുന്നു കുട്ടിക്കാലങ്ങളിൽ. അപ്പോൾ ഒരു ഇന്ന ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തിരിച്ചറിവ് അല്ലെങ്കിൽ തുടക്കം എന്നൊന്നും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പൊതുവെ അതിലൂടെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു അനുഭവത്തിൽ നിന്ന് എന്ന് പറയാൻ ഇല്ല. പിന്നെ അങ്ങനെ തിരിച്ചറിയാനായിട്ട് ഒരു ഗുരുവോ എന്തൊക്കെയോ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അല്ലാതെ അത് ഇന്നതാണ് എന്ന് പറഞ്ഞു തരാൻ പോലും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഒരു ഗുരു പോലും എനിക്ക് ഇല്ല. എൻ്റെ ഗുരു എന്ന് പറയുന്നതും എൻ്റെ ശിഷ്യൻ എന്ന് പറയുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അതാണ് പറയുന്നത്, അനുഭവങ്ങളിൽ നിന്ന്, കർമ്മങ്ങളിൽ നിന്ന് നേടിയതാണ് ഇതെല്ലാം. അല്ലാണ്ട് അറിവ് നേടി ആ അറിവിനെ ഉപയോഗിച്ച് മനസ്സിലാക്കിയതല്ല ഞാൻ ഇവിടെ പറയുന്നത്. എന്തൊക്കെ ഞാൻ കടന്നു വന്നോ ആ വഴികളിൽ നിന്ന് ഞാൻ നേടിയെടുത്തതാണിത്. അതുകൊണ്ട് ഒന്നും അത്ഭുതങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും ഈ നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ കൂടുതലായും നമ്മൾ അതിനെ എപ്പോഴും പോളിഷ് ചെയ്യാൻ, അതിനെ മിനുക്കിയെടുക്കാൻ ശ്രമിക്കുമല്ലോ. താങ്കൾ എങ്ങനെയാണ് താങ്കളുടെ ഈ ഒരു കഴിവിനെ പോളിഷ് ചെയ്തെടുക്കുന്നത്? ശാസ്ത്രവുമായ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഏതെങ്കിലുമൊക്കെ രീതികൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഒരു രീതിയും ഇല്ല, ഉപയോഗിക്കുന്നില്ല. ഒരു രീതിയും ഉപയോഗിക്കുന്നില്ല. ഞാൻ ദേ ഇവിടെ സാധാരണക്കാരിയായി എൻ്റെ ജീവിതം വളരെ നന്നായിട്ട് ജീവിക്കുന്നു. ആരെന്നെ അന്വേഷിച്ചു വരുന്നു അവർക്കൊക്കെ എൻ്റെ ഭാഗത്തു നിന്നും അവരുടെ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കൊടുക്കുന്നു. എന്നതിലുപരി ഞാൻ അതിനെ നിലനിർത്താൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ചെയ്യുന്നു എന്ന് പറയുന്നത് എൻ്റെ ജീവിതമേ സമർപ്പണമാണ്. ആ സമർപ്പണം എന്ന സാധനയിലൂടെയാണ്. അത് ഒരു അഭ്യാസമല്ല, അല്ലെങ്കിൽ ഒരു സാധന അഭ്യസിച്ചിട്ടല്ല. അത് എൻ്റെ ജീവിതമേ ഒരു സാധനയാണ്, അല്ലെങ്കിൽ സമർപ്പണമാണ്. ആ സമർപ്പണത്തിലൂടെ യാത്ര ചെയ്യുന്നു, അതിലൂടെ സംഭവിക്കുന്നു. അതല്ലാതെ ഇതിനെ പോളിഷ് ചെയ്യാൻ ഒന്നുമില്ല. എല്ലാം പ്രപഞ്ച ശക്തിക്ക്. ആരാണോ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അല്ലെങ്കിൽ ഈ അനന്തതയുടെ ഉടയവൻ, അല്ലെങ്കിൽ ആ ശക്തി എന്താണോ ഇവിടത്തെ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം, ആ സത്യം എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അത് പ്രവർത്തിക്കുന്നു, അതറിയുന്നു, അതിൽ ജീവിക്കുന്നു, അതിനായിട്ടെല്ലാം വിട്ടുകൊടുക്കുന്നു. ആ പ്രകൃതിയുടെ അല്ലെങ്കിൽ ആ സത്യത്തിൻ്റെ ഇഷ്ടം എന്താണോ, ആ ഇഷ്ടം അല്ലെങ്കിൽ ആ ഇച്ഛ എന്താണോ അത് തന്നെയാണ് എൻ്റെയും ഇച്ഛ. ആ വിട്ടുകൊടുക്കലിലൂടെ അങ്ങനെ ജീവിക്കുന്നു. അത് തന്നെയാണ് എല്ലാ കർമ്മത്തിലും എല്ലാ മേഖലയിലും ഞാൻ പ്രയോഗിക്കുന്നത്. എല്ലാം അങ്ങ് വിട്ടുകൊടുക്കും. അപ്പോൾ പ്രകൃതി എനിക്ക് വേണ്ടുന്നത് എന്താണോ അതെല്ലാം എൻ്റെ മുന്നിലെത്തിക്കും. താങ്കളുടെ സംഭാഷണത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ശാസ്ത്രവും അറിഞ്ഞിടത്തോളം അതെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എനിക്കത് മനസ്സിലായ ഒരു കാര്യം, വളരെ ചെറിയ കാര്യം, നമ്മളിലെ ശക്തി നമ്മളെ തിരിച്ചറിയിക്കുന്നു, അതിനൊരാളാണ് താങ്കൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാകുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഒരു എനർജി. ആ എനർജിയെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരാൾ എന്നാണ് ഞാൻ താങ്കളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് മാനസികമായി നമുക്കൊരു ഊർജം നമുക്ക് തന്നെ കിട്ടും, നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, രോഗങ്ങൾ, നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ അത്തരത്തിൽ വരുമ്പോൾ അതിനൊരു ശാസ്ത്രീയത വേണ്ടേ, അല്ലെങ്കിൽ മരുന്ന് വേണ്ടേ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി എന്താണ്? ശരീരം മനസ്സിനെയും മനസ്സ് ശരീരത്തിനെയും ആശ്രയിച്ചാണ് പോകുന്നത്. 99% അസുഖങ്ങളുടെയും പിന്നിൽ മനസ്സാണ്. മനസ്സിനെ ശരിയാക്കി എടുക്കുമ്പോൾ തന്നെ ആ ശരീരത്തിൽ അനുഭവിക്കുന്ന മുറിവുകളെ മറികടക്കുന്ന തലത്തിലേക്ക് മനസ്സ് വലുതാകുമ്പോൾ ശരീരത്തിൻ്റെ വേദന, ശരീരത്തിൻ്റെ മുറിവുകൾ നമുക്ക് അനുഭവവേദ്യമാകില്ല. നമ്മൾ ഓരോരുത്തരും ആ അവസ്ഥയെ ജയിച്ച്, മാനസികാവസ്ഥയെ
വലുതാക്കി ആ അവസ്ഥയെ ജയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സിന്റെ ശക്തി കൊടുത്ത് അവരുടെ മുറിവുകളെ മറികടക്കാവുന്ന തലത്തിലേക്ക് മനഃശക്തിയെ ഞാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വേദനകളായാലും മുറിവുകളായാലും അവർക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. പതുക്കെ പതുക്കെ അത് ഹീലാവാൻ തുടങ്ങും. കാരണം നമ്മുടെ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിനെ നോക്കി നമ്മുടെ ശരീരത്തിന്റെ സെല്ലുകളെല്ലാം മനസ്സിന്റെ ചിന്തകളെ നോക്കിയിട്ടാണല്ലോ ഇരിക്കുന്നത്. ചിന്ത എങ്ങനെയാണോ അതനുസരിച്ചാണ് സെല്ലുകൾ പ്രവർത്തിക്കുന്നത്. ചിന്ത പോസിറ്റീവ് ആകുമ്പോൾ സെല്ലുകൾ പോസിറ്റീവ് ആവുന്നു, അവയവങ്ങൾ പോസിറ്റീവ് ആവുന്നു. ചിന്ത നെഗറ്റീവ് ആവുമ്പോൾ സെൽസ് ഒക്കെ നെഗറ്റീവ് ആവുന്നു, അവയവങ്ങൾ നെഗറ്റീവ് ആവുന്നു. അപ്പം ചിന്തകളെ പോസിറ്റീവ് ആക്കാൻ എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഒരു വേദനയെ, അതാണ് തൊട്ട് മുന്നേ പറഞ്ഞത്, മുറിവുകളെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിഷമതകളെയും മുറിവുകളെയും ജ്ഞാനവും ശക്തിയുമാക്കി മാറ്റി സ്വയം ഉയർത്തുക. അതാണ് ഞാൻ ചെയ്യുന്ന ഈ വിദ്യ. മനസ്സിലായോ? പിന്നെ മെഡിസിൻ എടുത്തു വരുന്ന ആളുകൾ മെഡിസിൻ മരുന്ന് എടുത്തു വരുന്നവര് മരുന്ന് എടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് മരുന്നുകൾ കുറച്ച് മരുന്ന് കൊടുന്ന് നിർത്തും. മരുന്ന് എടുക്കാത്തവര് ഞാൻ പറയും അവർക്ക് മരുന്ന് ആവശ്യമാണെങ്കിൽ എടുക്കാമെന്ന് പറയും. അപ്പൊ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കും. ചിലർ എന്നോടുള്ള വിശ്വാസത്തിൽ എടുക്കില്ല. അപ്പൊ അത് സ്വയം എല്ലാം മനസ്സാണല്ലോ, മനസ്സിന്റെ വിശ്വാസവും ശക്തിയും ഒക്കെ അനുസരിച്ച് എല്ലാം ഇവിടെ ഹീലാവുന്നു, എല്ലാം മാറി മറിയുന്നു. പിന്നെ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു സിറ്റിംഗിൽ വരുന്നുണ്ടോ, മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ വന്നവർ തന്നെ പിന്നെയും വരുന്നവരുണ്ടോ, അല്ലെങ്കിൽ അവർ പറഞ്ഞറിഞ്ഞ് കൂടുതൽ ആളുകൾ വരുന്നു, അങ്ങനെ ആയിരിക്കും അല്ലേ? അതെ, വന്നവര് പറഞ്ഞറിഞ്ഞാണ് ആൾക്കാർ വരുന്നത്. ഇവിടെ പരസ്യം ഒന്നും കൊടുക്കാറില്ല. വന്നവര് അവരുടെ മാറ്റം പറഞ്ഞ് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ്. ഇതിപ്പോൾ ഒരു 25-26 വർഷങ്ങളായി ഞാൻ ഇതിലിരിക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും കാലം ഈ ഇവിടെ വന്ന് പോയ അനുഭവസ്ഥരായവർ പറഞ്ഞവർ തന്നെയാണ്. അവർ വീണ്ടും വരുന്നു. അതുപോലെ അവർ പറഞ്ഞറിഞ്ഞ ഒരുപാട് ആളുകൾ വരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ചിന്ത ഉണ്ടാവുക, നമുക്കത് ആ പ്രശ്നത്തെ മറികടക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ എന്തും ആ ആൾക്ക് കൊടുത്തു പോകും. താങ്കൾക്ക് എങ്ങനെയാണ്? ഇപ്പം ഈ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ, താങ്കളെ വന്ന് കാണാമെന്ന് വിചാരിക്കുന്നവരുണ്ടാകുമല്ലോ. അപ്പോൾ ഫീസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടോ താങ്കളുടെ അവിടെ? ഇല്ല. അവർക്ക് എന്താണോ തരാൻ, അവർക്ക് എന്താണോ എന്നിൽ നിന്ന് കിട്ടുന്നത്, അതിന് അവർക്ക് എന്താണോ എനിക്ക് തിരിച്ചു തരാൻ തോന്നുന്നത് അതൊരു ദക്ഷിണയായി വെക്കുക. അല്ലാതെ ഇന്ന് വരെ ഞാൻ അങ്ങനെ ഫീസൊന്നും പറഞ്ഞിട്ടല്ല ചികിത്സിച്ചിട്ടുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീമതി രഞ്ജിനി പ്രശാന്ത് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. എല്ലാവിധ ആശംസകളും. നന്ദി, സന്തോഷം. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.